ഹായ് സുഹൃത്തുക്കളെ, നമസ്തേ. വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാധാരണ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്ന വീഡിയോ പോലുള്ള. ഇന്ന് ഞങ്ങൾ പുറത്ത് പോയി ഫാമിലിയായിട്ട്. അതായത് ഞാൻ, ബിന്ദു, പൂജ, എൻ്റെ മകൾ പൂജ. ഞങ്ങളൊരു സ്ഥലം വരെ പോയി. അതായത് എന്താണെന്ന് കണ്ടു നോക്കൂ. പറയുന്നില്ല, ഞാൻ പറഞ്ഞു ഓർപ്പിക്കുന്നില്ല. എന്തായാലും ഒരു മുന്നെന്തുണ്ട് വിശേഷം? കുഴപ്പമില്ല. ബിന്ദുവിൻ്റെ ഫ്രണ്ട് ശ്രീലതയുടെ മകനാണ്. വളരെ ദീർഘകാലം അവർ 4 വർഷം ഒന്നിച്ച് നഴ്സിംഗ് പഠിച്ച സമയത്തെ ഫ്രണ്ടാണ്. മകളാണ് അകത്തോട്ട് കയറി പോകുന്നത്. രണ്ടുപേരും അതായത് പഠിക്കുകയാണ് ഇവിടെ നാട്ടിൽ തന്നെ. ഇതാണ് ശ്രീലത എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ വളരെ കാലത്തെ ഫ്രണ്ടാണ്. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അവരൊന്നിച്ച് ജോലി ചെയ്തതാണ്. സൗദി ജോലി ചെയ്യുന്ന നഴ്സായിട്ട്. ഹസ്ബൻഡുമൊക്കെ പിള്ളേരൊക്കെ എല്ലാവരും ഇവിടെ പഠിക്കുന്നു. വളരെക്കാലമായിട്ട് കണ്ടതാണ്. എന്തായാലും ഈ വിശേഷങ്ങൾ നമ്മുടെ മേളത്തെ സ്റ്റേഡിലോട്ട് പോകാൻ പറ്റും. അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് അടുക്കള കണ്ടിട്ട്. ഫ്രെയിമിൽ വരാൻ ആഗ്രഹമില്ലാത്തവരൊന്ന് മാറി. ഞാൻ അടുക്കള കാണാൻ പറ്റും. നല്ല ഭാഗം ഇടാന്ന് പറഞ്ഞു, അവിടെ മാത്രം പിടിക്കും. ഇത് കണ്ടോ, ഗോദ്രജിന്റെ നല്ല ഒരു ഫ്രിഡ്ജ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് നല്ലൊരു സ്റ്റൗ ആണല്ലോ. പിന്നെന്നാ വേണം. ഇത് കണ്ടോ, നല്ലൊരു ചെടി. വെളിയിലോട്ട് നല്ല നോക്കി നല്ല കാഴ്ചയാണ്. അവിടെയൊക്കെ നോക്കി ഇങ്ങനെ പണിയൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കാപ്പി റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ. കാപ്പി 5 ഗ്ലാസ് എല്ലാം വെച്ചിട്ടുണ്ട്. കാപ്പി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കാപ്പി കുടിക്കാം. നല്ല ഭയങ്കര നാണമാണ് അപ്പോൾ ഇനി വരാനായിട്ട്. മധുവിന് കൊടുക്കാം. മധു ഞങ്ങളുടെ വീടിനടുത്തുള്ളതാണ്. ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്നതാണ്. പുള്ളിക്കാരന് ഞങ്ങളുടെ കൂടെ വന്നത്. പുള്ളിയുടെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ വന്നത്. ലൈറ്റ് കാപ്പി എനിക്ക് ഇഷ്ടം. ഇപ്പോ ഞാൻ കഴിച്ചോണ്ടിരിക്കും. വേണ്ട, അത് മതി, അത് മതി. ഈ നാടൻ പഴം കണ്ടാൽ ഞാൻ അപ്പോഴേ എടുത്ത് കഴിക്കും. അമ്മി പോകുന്ന ഒരാൾ ഒരു കൃഷ്ണൻ, നല്ല കൃഷ്ണൻ. രാമായണം വായിക്കാറുണ്ടോ? വായൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് വെളിയിൽ നമ്മുടെ അവിടുത്തെ പോലെ ഒരു ചൂര. കുഴപ്പമില്ല, ഇരിക്കുന്നില്ല. കവറിട്ട് വെച്ചാൽ പോരായിരുന്നു. പൊടി അടിക്കത്തില്ലല്ലോ. അല്ലേ മതി. ഈ കവറേ ഒക്കെ ഇട്ട് വെച്ചാൽ പൊടിയൊന്നും അടിക്കുകയല്ലേ. നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവർ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിനടുത്ത് എരുമല്ലിക്കരയ്ക്ക് പോകുന്ന റൂട്ടിൽ ആണ്. അതായത് അവിടെ നല്ല വ്യൂ ഒക്കെയാണ്. വെളിയിൽ കുറച്ച് സ്ഥലമുള്ളെങ്കിലും നല്ലൊരു വീട് ഉണ്ടാക്കിയെടുത്തു. അപ്പം വീടിൻ്റെ മുകളിലത്തെ സ്റ്റൈലിൽ ഒരു മുറിക്കകത്ത് നല്ല ചിത്രകല കണ്ടു. നല്ല രസമായിട്ട് അതിങ്ങനെ വരച്ച് ഇങ്ങനെ ഭിത്തിയിലെല്ലാം അവിടെ ഇവിടെയൊക്കെ കണ്ടു. അതാരാന്ന് ചോദിച്ചു വരച്ചത്. അപ്പോൾ പറഞ്ഞു മകൻ അർജുൻ വരച്ചത്. വേണ്ട നിൽക്കുന്നു പമ്മി നിൽക്കുന്ന കള്ളൻ അർജുൻ വരച്ചായിരുന്നു. വേണ്ട നിൽക്കുന്നു ഒരു തോക്ക്. എനിക്ക് ഏറ്റവും ഇതല്ല തോക്ക് റൂം വാങ്ങിയാണ്. അപ്പം ഞങ്ങൾക്ക് പോകാൻ സമയമായി, തിരിച്ചു പോകാൻ സമയമായി. ഇതല്ല ഈ കസേരയാണ്, നല്ലൊരു കസേര. സുഖമായിട്ടിരുന്ന് വഴിക്കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കും. എന്തായാലും
ശ്രീലതയുടെ ഹസ്ബൻഡിനെ കണ്ടില്ല. ഒരു കൂട്ടുകാരനെ വിടാനായിട്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം വരുന്നത് വരെ ചിലപ്പോൾ ഞങ്ങൾ കാത്തു നിൽക്കില്ല, ഞാൻ തിരിച്ചങ്ങ് പോവുകയാണ്. അവിടെ പോയി ഒരു സദ്യക്ക് വിളിച്ചിട്ടുണ്ട്. ബിന്ദുവിൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിച്ച വീട്ടിൽ അനിയത്തിയുടെ ഹസ്ബൻഡ് അമ്മയൊക്കെ ഉണ്ട്, തിരുവനന്തപുരം മോനൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോവുകയാണ്. പോകാൻ തുടങ്ങുകയാണ്. ഫോട്ടോ സെഷനാണ്. അതുകൊണ്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഫോട്ടോകളൊക്കെ ചിരിക്കുക. കുഴപ്പമില്ല, നന്നായില്ല. മോൻ വന്നേക്ക്, നിങ്ങളുടെ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കും. കൂടെ നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കും. ഇങ്ങോട്ട് നോക്കും മോളെ. കളിചിരി തമാശകളൊക്കെ വന്ന് ആ വീട്ടിൽ നിന്ന് യാത്രയായി ബിന്ദുവിൻ്റെ അനിയത്തിയുടെ വീട്ടിൽ വന്നു. അവിടെ അനിയത്തിയുടെ മോനാണ്. അപ്പം മകൾ പൂജ രക്ഷാബന്ധൻ ദിവസമായിട്ട് അവനെ രാഖി കെട്ടുകയാണ്. അപ്പം അതൊരു ആഗ്രഹമായിരുന്നു അവൾക്ക്. ഈ പ്രാവശ്യം കെട്ടണമെന്ന് പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷങ്ങളൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അതും സാധിച്ചു. വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഇന്ന് അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം. നന്ദി. ജയ് ഭാരത് മാതാ.